വാരണാസി പോകാൻ എത്ര പൈസ ആകുന്നു കുറച്ച് ആൾക്കാർ ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ചെറിയ പൈസക്ക് വരാം. ഞാൻ പോയി വരുന്നത് ഒരു 1000 ഉള്ളിൽ മാത്രമാണ് ഒരാൾക്കായിട്ടുള്ളത്. ഞാൻ 2 പേരായിട്ടാണ് പോയത്. സോ ഗൈസ് അപ്പോൾ ഞാൻ പറയാം, ഡൽഹിയിൽ നിന്ന് പോകുന്ന സമയത്ത് നിങ്ങൾ പിന്നെ നൈറ്റ് ട്രെയിൻ പ്രിഫർ ചെയ്യുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മോർണിംഗ് ആവും വാരണാസി റീച്ച് ആവുന്നത്. സോ മോർണിംഗ് എത്തിയാൽ ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൺറൈസ് ആ ഡേ തന്നെ കാണാൻ പറ്റും. ഞാൻ നേരെ പോയത് അസീഘട്ടിലോട്ടാണ്. സോ അസീഘട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, ദശാശ്വമേധ് ഘട്ട്. ഓക്കെ, ദശാശ്വമേധ് ഘട്ടിലെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ബോട്ട് റൈഡൊക്കെ ചെയ്യാൻ പറ്റും. സോ ബോട്ട് റൈഡിന് 100 rupees കയറുള്ളൂ. പല റേറ്റും പറയും, അത് നിങ്ങൾ വില വിശാൽ നോക്കുക. ആ ബോട്ട് റൈഡിന് ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബോട്ട് റൈഡ് നിങ്ങൾ ചെയ്യിപ്പിക്കുന്നത് എല്ലാ ഘട്ടുകളും കവർ ചെയ്യുന്ന രീതിയിലുള്ള ബോട്ട് റൈഡായിരിക്കും. സോ മനസ്സിൻ്റെ ത്രൂ ഔട്ട് വ്യൂ നിങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടുന്നതാണ്. സോ അതിന് ശേഷം നിങ്ങൾ തിരിച്ച് ബോട്ട് നടത്തിയ സ്ഥലത്തെത്തും. അവിടെ ഇറങ്ങി കഴിഞ്ഞിട്ട് എല്ലാ ഘട്ടുകളുടെ ഒന്ന് വോക്ക് ചെയ്തിട്ട് ആ സ്ഥലങ്ങളൊക്കെ എക്സ്പീരിയൻസ് ആവും. അത് നടക്കുന്ന ഘട്ടിൻ്റെ ഒരു സ്ഥലത്ത് തന്നെയാണ് ഒരു ടെമ്പിൾ വരുന്നത്. ആ ടെമ്പിളിൻ്റെ പേര് അവിടെ അങ്ങനെ കൊടുക്കാം. സോ അതൊക്കെ കവർ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ബാക്കിയുള്ള ടെമ്പിൾസും ഒരു രാംനഗർ ഫോർട്ടൊക്കെ ഉണ്ട്, അതിൻ്റെ മ്യൂസിയം ഉണ്ട്. സോ അതിന് എൻട്രി ഫീ ഉണ്ട്. അതൊക്കെ ആണെങ്കിൽ നിങ്ങൾ പോയി കാണാം. കാരണം നിങ്ങൾക്ക് ഡേ എന്തായാലും എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കാണുന്ന ഒരു ടൈമുണ്ട്, ഈവനിങ് ആവുന്നവരും കാരണം. ഞാൻ പറയാനുള്ള റീസൺ, വാരണാസി പോകുമ്പോൾ മസ്റ്റായിട്ട് ഒരിക്കലും മിസ് ചെയ്യാൻ പാടില്ലാത്തൊരു സാധനമുണ്ട്, ഗംഗാരതി. അത് തരുന്ന ഒരു ഫീല് അത് വേറെ തന്നെ. സോ അത് നിങ്ങൾ മസ്റ്റായി കാണണം. സോ അതുകൊണ്ട് നിങ്ങൾ ഡേയിൽ എന്ത് ചെയ്യുക, അവിടെയുള്ള അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ പോയി കാണുക, മാർക്കറ്റ് എക്സ്പീരിയൻസ് ചെയ്യുക, ഫുഡ് എക്സ്പ്ലോർ ചെയ്യുക. അതൊക്കെ ഒന്ന് കണ്ട് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഒരു ഈവനിങ് ആകുമ്പോൾ നിങ്ങൾ അസീഘട്ട് പോകുക. അസീഘട്ടത്തെ ഗംഗാരതി ഗൈസ് സീന സാധനമാണ്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് എന്തായാലും അതിന് വേണ്ടിയിട്ട് നിൽക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഒരുപാട് ഡേയ്സ് അവിടെ സ്പെൻഡ് ചെയ്യാണ്ട് ചോദിച്ചാൽ അതിനുള്ളതൊന്നും ഇല്ല വാരണാസി. കാരണം നിങ്ങൾക്ക് ടൂറിസ്റ്റ് സ്പോട്ടുപോലെ കണ്ടു നടക്കേണ്ട ഒരു സ്ഥലമല്ല വാരണാസി, ഒരു എക്സ്പീരിയൻസിൻ്റെ ഒരു സ്ഥലമാണ്. സോ അങ്ങനെ മൈൻഡ് സെറ്റുള്ള ആൾക്കാർ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഈ റീലിൽ കാണുന്ന പോലെ തന്നെ ലൈഫിൽ ഒരു തവണയെങ്കിലും പോകണം എന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലമാണ്. സോ ഒരിക്കലെങ്കിലും പോകാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ്. പിന്നെ സ്റ്റേഡിയും മറ്റു കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിലും അവിടെ ഡോർമെറ്ററി മുതൽ റൂംസ് വരെ അവൈലബിൾ ആണ്. റൂംസൊക്കെ 500 rupees 400 rupees അവൈലബിൾ ആണ്. ഡോർമെറ്ററി 300 to 350 ഒക്കെ കിട്ടും. നിങ്ങൾ റൂമൊക്കെ എടുക്കുന്ന സമയത്ത് അസീഘട്ടിലോ ദശാശ്വമേധ് ഘട്ടിൻ്റെ അടുത്തൊക്കെ എടുക്കാൻ നോക്കുക. സോ യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണുള്ളൂ. റെയിൽവേ സ്റ്റേഷൻ ടു അസീഘട്ടിലോട്ട് ഞങ്ങൾ റിക്ഷ യൂസ് ചെയ്താൽ പോയത്. സോ ഒരാൾക്ക് 20 to 30 rupees വന്നിട്ടുള്ളൂ. സോ അങ്ങനെയൊക്കെ പോകാൻ നോക്കുക. ഹാപ്പി ചെന്നൈ ഗൈസ്. അടുത്ത വീഡിയോ കാണാം. ബൈ.